കഴിഞ്ഞ ഒരാഴ്ചയായി എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു മെസ്സേജാണ് ഈ വീഡിയോയ്ക്ക് ഒന്ന് റിയാക്ട് ചെയ്യണം, അതിൻ്റെ സത്യാവസ്ഥ എന്ത് എന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ട്. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ആക്റ്റീവ് ആണെങ്കിൽ ഒരുപക്ഷേ ഈ വീഡിയോ കണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. അത്രത്തോളം ആളുകൾ എനിക്ക് അയച്ചു തന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത് റിയാക്ട് ചെയ്യാൻ വിചാരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം, കുറച്ച് ഫാസ്റ്റായിട്ട് കാണാം. ഇന്ത്യയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട ഏറ്റവും അമൂല്യമായ വസ്തുക്കൾ ഇതൊന്നുമല്ലെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതിലും മൂല്യമേറിയ, ഒരിക്കലും വിലമതിക്കാനാകാത്ത നമ്മുടെ ഋഷികളും ആചാര്യന്മാരും വർഷങ്ങളായുള്ള കഠിനമായ തപസ്സുകൊണ്ട് ആർജിച്ച അറിവിനാൽ രചിച്ച വേദങ്ങളും ഉപനിഷത്തുകളും വളരെ വർഷങ്ങളായിട്ട് ധ്യാനത്തിൽ നിന്ന് കിട്ടിയ അറിവ് കൊണ്ടുണ്ടാക്കിയ കുറേ കാര്യങ്ങൾ ഇവിടുന്ന് കളവ് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ അറിവുകളും നമ്മുടെ സംസ്കാരവുമാണ്. ലോകത്തിന് സമഗ്ര സംഭാവനകൾ നൽകിയ എല്ലാ സയന്റിസ്റ്റുകളും ഫിസിസ്റ്റുകളും സംസ്കൃതം പഠിച്ചിട്ടുള്ളവരാണ്. വെറും ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് മാത്രമാണ് അവർ സംസ്കൃതം പഠിച്ചതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. നമ്മുടെ ഭഗവത്ഗീതയും മറ്റു വേദ പുസ്തകങ്ങളെല്ലാം തന്നെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും സംസ്കൃതം പഠിച്ചത്. എർവിൻ ശ്രോഡിഞ്ചർ ഉപനിഷത്തുകളിലുള്ള വേദാന്ത സിദ്ധാന്തം എർവിൻ ഷ്രോഡിഞ്ചർ അദ്ദേഹത്തെ സ്വാധീനിച്ചുവെന്നും ആ ഒരു ചിന്തയിൽ നിന്നുമാണ് ക്വാണ്ടം മെക്കാനിക്സിലെ ശ്രോഡിഞ്ചർ ഇക്വേഷൻ അദ്ദേഹം ഡെവലപ്പ് ചെയ്തതെന്നും പറയുന്നുണ്ട്. ആറ്റം ബോംബിന്റെ പ്രഹരശക്തി എന്തോരമാണെന്ന് മനസ്സിലാക്കിയ ഓപ്പൺഹൈമർ പോലും ഭഗവത്ഗീതയിലെ ക്വാട്ടാണ് ആ സമയം പറയുന്നത്. ഇനി ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കും സൂര്യനിലേക്കുമുള്ള ദൂരം കണക്കാക്കാനായിട്ട് തുടങ്ങിയത് ശാസ്ത്രത്തിൽ ഗലീലിയോ ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചതിന് ശേഷമാണ്. എന്നാൽ ഇതും നമ്മുടെ പുരാണങ്ങളിൽ ഉണ്ടായിരുന്നു. ഹനുമാൻ ചാലിസ എന്ന ഹിന്ദു സെയിന്റായ തുളസിദാസ് എഴുതിയ ഭക്തി ശാസ്ത്രത്തിൽ പറയുന്നത് യുഗസഹസ്ര യോജന പരഭാനു എന്നാണ്. ഇവയെല്ലാം ഗുണിച്ചു കിട്ടുന്ന ഉത്തരപ്രകാരം ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരം എന്നത് 15.36 കോടി കിലോമീറ്റർ ആണ്. ഇനി നമ്മൾ സയൻസിലേക്ക് വരികയാണെങ്കിലും ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം 15 കോടി കിലോമീറ്റർ ആണ്. ഓക്കെ, ഇങ്ങനെ തുടങ്ങുന്ന ഈ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ഇനി അങ്ങോട്ട് അതായത് പല കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ടൈം ഡയലേഷനെ പറ്റി പറയുന്നുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ച് പറയണം. എനിക്ക് ഒരുപാട് കാണിക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഇത് കാണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓരോരോ ക്ലെയിമുകളായിട്ട് നമുക്കൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പറഞ്ഞ എർവിൻ ഷ്രോഡിഞ്ചറിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഷ്രോഡിഞ്ചറിന് സംസ്കൃതം അറിയാമായിരുന്നോ? ഇല്ല. ഫസ്റ്റ് ഹാൻഡായിട്ട് ഷ്രോഡിഞ്ചറിന് സംസ്കൃതം വായിക്കാനോ അല്ലെങ്കിൽ വായിക്കാനോ അല്ലെങ്കിൽ എഴുതാനോ അങ്ങനെയുള്ള യാതൊരു ട്രെയിനിങ്ങും കിട്ടിയിട്ടില്ല, അത് പഠിച്ചിട്ടുമില്ല. പക്ഷേ നോൺ ഡ്യുവലിസം അല്ലെങ്കിൽ അദ്വൈതവുമായിട്ട് ഒരു ചെറിയ താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതെപ്പോഴാണ്? അത് പ്രധാനമായും വാട്ട്സ് ലൈഫ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പുസ്തകം പുറത്തിറങ്ങിയപ്പോഴാണ് ഈ അദ്വൈതത്തെ പറ്റി അല്ലെങ്കിൽ നോൺ ഡ്യുവലിസത്തിനെ പറ്റി അതിനകത്ത് സംസാരിക്കുന്നത്. വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ആ മേജറായിട്ടുള്ള വേവ് ഇക്വേഷനും ക്വാണ്ടം മെക്കാനിക്സിൻ്റെയൊക്കെ അദ്ദേഹത്തിൻ്റെ ശാസ്ത്രത്തിനകത്തുള്ള സംഭാവനയ്ക്കൊക്കെ ശേഷമാണ് ഈ പുസ്തകം എഴുതുന്നത്. അപ്പോഴാണ് ഈ പറഞ്ഞ വേദാന്തത്തിനകത്തുള്ള നോൺ ഡ്യുവലിസമായിട്ട് പുള്ളിക്കൊരു ഫിലോസോഫിക്കൽ ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിൽ നോക്കി, അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് നോക്കി എന്നല്ലാതെ അത് അദ്ദേഹത്തിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട സയൻറ്റിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിനകത്ത് ഒരു തരത്തിലുള്ള ഇൻഫ്ലുവൻസും ഇല്ല, അതിന് യാതൊരു തെളിവും ഇല്ല എന്നുള്ളതാണ്. അതിനകത്ത് പറഞ്ഞു പോയ ഷ്രോഡിങ്ങറിൻ്റെ കാര്യം ഇതാണ്. ഓപ്പൺഹൈമറിൻ്റെ കാര്യം പറയാം. ഓപ്പൺഹൈമറിൻ്റെ കാര്യം അതിനകത്ത് പറയുന്നുണ്ട്. ഓപ്പൺഹൈമർ ഭഗവത്ഗീതയിലുള്ള കോട്ടാണല്ലോ ഫേമസ് ആയിട്ടുള്ള പരീക്ഷണത്തിന് ശേഷം പറഞ്ഞത്. അതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ? ഇത് ഭാഗികമായി ശരിയാണ്, അല്ലെങ്കിൽ പകുതി സത്യമുണ്ട് എന്നുള്ളത് പറയാം. പക്ഷേ അത് പലപ്പോഴും അത് തെറ്റായിട്ടാണ് അതിനെ വ്യാഖ്യാനിച്ച് കാണുന്നത്. സാൻസ്ക്രിറ്റ് പഠിച്ചിട്ടുണ്ടോ? ഓപ്പൺഹൈമർ സാൻസ്ക്രിറ്റ് പഠിച്ചിട്ടുണ്ട്. സാൻസ്ക്രിറ്റിനകത്തൊരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഭഗവത്ഗീത വായിച്ചിട്ടുണ്ട്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കോട്ട് നൗ ഐ ആം ബിക്കം ഡെത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പൺഹൈമറിൻ്റെ സിനിമയിലൊക്കെ അത് ഭയങ്കര ബേസ് ഉള്ള ഒരു വോയിസിനകത്ത് എടുത്തു കാണിച്ച ആ ഒരു സാധനം ഭഗവത്ഗീതയുടെ ഒരു ശ്ലോകം തന്നെയാണ്. എന്തിനാണ് പറഞ്ഞത്? അത് കഴിഞ്ഞിട്ട് ആ ന്യൂക്ലിയർ വെപ്പൺ എക്സ്പ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു മഷ്റൂം ലൈക്ക് ക്ലൗഡും അതിൻ്റെ ലൈറ്റും അതിൻ്റെ ഇൻറ്റൻസിറ്റിയൊക്കെ വിശദീകരിക്കാനായിട്ട് മെറ്റഫോറിക്കലായിട്ട് ആ ഒരു സാധനം ഒരു ഉപമയായിട്ട് പറഞ്ഞു എന്നുള്ളതാണ് സത്യം. ശരിക്കും പുള്ളിക്ക് ഫിലോസഫിയോടും ലിറ്ററേച്ചറിനോടും ഒക്കെ ഒരു പ്രത്യേക താല്പര്യമുള്ള ഒരു മനുഷ്യനായിരുന്നു ഓപ്പൺഹൈമർ. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഈസ്റ്റേൺ ഫിലോസഫിയോട് പൊതുവേ അവിടെയുള്ള ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട്. കാര്യം അവർക്ക് പരിചിതമല്ലാത്തൊരു കാര്യം അറിയാനാണല്ലോ എപ്പോഴും താല്പര്യം. പക്ഷേ ആറ്റം ബോംബിൻ്റെ കണ്ടുപിടുത്തം വന്നത് ഗീതയിൽ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അത് വന്നത് ന്യൂക്ലിയർ ഫിസിക്സിൽ നിന്നും അതുപോലെ പല സയൻറ്റിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷൻ കൊണ്ടുമാണ്. വളരെ എന്താ പറയുക, ഓണസ്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ഇൻസ്പിറേഷനും ഭഗവത്ഗീതയിൽ നിന്ന് എടുത്തിട്ടില്ല. പക്ഷേ അന്ന് ആ ഒരു എക്സ്പ്ലോഷൻ കണ്ടപ്പോൾ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ആ ശ്ലോകവുമായിട്ട് സാമ്യം തോന്നി എന്നുള്ളതാണ് ഓപ്പൺഹൈമർ പറഞ്ഞത്. ഇനിയാണ് ഏറ്റവും വലിയ തമാശ നടക്കുന്ന കാര്യങ്ങൾ കാണിക്കുന്നത്. നമ്മൾ പല കാര്യങ്ങൾ എക്സാജറേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണിത്. ഇപ്പോൾ ഇവരുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും ഉള്ളവരുടെ എല്ലാ ക്ലെയിമുകളും ഇതുപോലെയാണ്. എല്ലാം ഊതി വീർപ്പിച്ച എക്സാജറേറ്റഡ് ക്ലെയിംസാണ്. അതിനകത്ത് പറയുന്നത് ഗലീലിയോ ടെലസ്കോപ്പ് കണ്ടുപിടിച്ചു എന്നാണ്. ഗലീലിയോ ടെലസ്കോപ്പ് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ടെലസ്കോപ്പ് കണ്ടുപിടിച്ച ആളുടെ പേര് ശരിക്കും ഹാൻസ് ലെപ്പർഷേ എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ്.
പുള്ളി ഒരു സ്പെക്ടക്കിൾ മേക്കറാണ്, കണ്ണാടി ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ 2 ലെൻസ് എടുത്ത് വെച്ച് നോക്കിയപ്പോൾ അതിൽ കൂടി ദൂരെയുള്ള വസ്തുക്കളെ അടുത്ത് കാണാമെന്ന് പുള്ളി കണ്ടെത്തുകയും അതിനുശേഷം പേറ്റൻറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ ചെന്നപ്പോഴത്തേക്കും വേറെയും സിമിലർ ഐഡിയാസ് ഉള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്ത ഒരാളാണ്. ഗലീലിയോ എന്താ ചെയ്തത്? ഇതേ ഐഡിയ വെച്ചിട്ട് ഗലീലിയോ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഗലീലിയോയ്ക്ക് ആവശ്യമുള്ള ടെലിസ്കോപ്പ് ഉണ്ടാക്കിയിട്ട് 30x, അതായത് ഇയാൾ ഉണ്ടാക്കിയത് 3x മാഗ്നിഫിക്കേഷനാണ്, കുറച്ചുകൂടെ കാര്യം അസ്ട്രോണമിക്കലായിട്ടുള്ള ഒബ്ജക്ട്സിനെ നോക്കാൻ വേണ്ടിയിട്ട് ഗലീലിയോ അതിനെ മോഡിഫൈ ചെയ്തു, അല്ലെങ്കിൽ ആകാശത്തേക്ക് തിരിച്ചു വെച്ചു എന്നുള്ളതാണ് ശരിക്കും ഗലീലിയോ ചെയ്തത്. അല്ലാതെ ഗലീലിയോ അല്ല ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചത്. പലർക്കും ഉള്ള തെറ്റിദ്ധാരണയാണ്. ശരിക്കും ഹാൻസ് ലിപ്പർഷ്യയാണ് ഈ പറഞ്ഞ സാധനം കണ്ടുപിടിച്ചത്. ഇനി തുളസീദാസിൻ്റെ കാര്യത്തിലേക്ക് വരാം. തുളസീദാസ് ഏത് കാലഘട്ടത്തിലുള്ളതാണ്? തുളസീദാസ് ഹനുമാൻ ചാലീസ എഴുതുന്നത് ഏതാണ്ട് 1575 അതായത് 1575 അല്ലെങ്കിൽ 1500s അവസാന കാലഘട്ടം എന്ന് പറയുന്നത്. ഇനി ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം മുഗൾ എംപറായിട്ടുള്ള അക്ബറിൻ്റെ തടവിൽ ഫത്തേപൂർ സിക്രിയിൽ കിടന്നപ്പോഴാണ് ഈ ഹനുമാൻ ചാലീസ എഴുതുന്നത്. അപ്പോൾ അതിനകത്ത് ഹനുമാൻ ഇങ്ങനെ ഒരു ഫലമാണ് എന്ന് കണ്ടിട്ട് സൂര്യനിലേക്ക് ചാടിപ്പോവുകയും ചാടിപ്പോകുന്നതിൻ്റെ ഡിസ്റ്റൻസ് വർണ്ണിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഫ്രേസാണ് ഇവിടെ അവർ എടുത്ത് പറയുന്നത്. അതായത് ഇത് അവരുടെ മാത്രം കുഴപ്പമില്ല, ഇത് ഇൻ്റർനെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ പലരും പറയുന്നതായിട്ട് കാണാം. ഒരു യുഗം എന്ന് പറഞ്ഞാൽ 12,000 യുഗ സഹസ്ര യോജനാണ്. സഹസ്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000, അപ്പോൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മൈലാണ്, അപ്പോൾ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഈ സൂര്യൻ്റെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തു എന്ന് പറയുന്നത്. ഇത് ശരിക്കും സത്യമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ്റെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് നോക്കിയിട്ടുണ്ട്. പഴയ ഫിലോസഫേഴ്സ് ആയിട്ടുള്ള, ഇപ്പോൾ നമ്മുടെ നാട്ടിലല്ലാതെ തന്നെ BC കാലഘട്ടത്തിൽ തന്നെ ഇറാറ്റോസ്തെനസ് പോലെയുള്ളവർ ഭൂമിയുടെ പെരിമീറ്ററൊക്കെ വളരെ ഭംഗിയായിട്ട് അളന്ന ആളുകളാണ്. അവർ ഇതിൻ്റെ ഡിസ്റ്റൻസ് കാൽക്കുലേഷനൊക്കെ ചെയ്യാനായിട്ട് നോക്കിയിരുന്നു എന്നുള്ളതാണ്. ഇനി രണ്ടാമത്, ആദ്യം അവർ പറഞ്ഞു തുടങ്ങിയ കാര്യത്തിലുള്ളൊരു കാര്യം ശ്രദ്ധിക്കണം. അവർ പറഞ്ഞെന്താണ്? സംസ്കൃതം എന്ന് പറയുന്ന സംഗതി ബാക്കിയുള്ള എല്ലാ സയൻറ്റിസ്റ്റുകളും പഠിച്ചിട്ടുണ്ട്. കാര്യം സംസ്കൃതത്തിലാണ് എല്ലാ കാര്യങ്ങളും എഴുതിയെന്നല്ലേ. തുളസീദാസ് സാൻസ്ക്രിറ്റിൽ സ്കോളറൊക്കെ ആയിരുന്നു അദ്ദേഹം. പക്ഷേ ഈ ഹനുമാൻ ചാലീസ എഴുതിയത് സാൻസ്ക്രിറ്റിലല്ല. അത് പലർക്കും അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. അവാധി എന്ന് പറഞ്ഞാൽ ഈ ഉത്തർപ്രദേശിലുള്ള ഒരു വെർണാക്കുലർ ആയിട്ടുള്ള ഒരു ലോക്കൽ ലാംഗ്വേജിലാണ് എഴുതിയത്. അത് നമ്മുടെ ഹിന്ദിയുമായിട്ടൊക്കെ ചെറിയ സാമ്യമുള്ള ഒരു ഭാഷയാണെന്ന് വേണമെങ്കിൽ പറയാം. അതിനകത്താണ് ഈ ഹനുമാൻ ചാലീസ എഴുതിയെന്നുള്ളതും കൂടി ആലോചിക്കണം. അത് സംസ്കൃതത്തിലല്ല, പലർക്കുള്ള തെറ്റിദ്ധാരണയാണ് അത് സംസ്കൃതത്തിലാണ്. ഇനി എങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു യുഗം എന്ന് പറഞ്ഞാൽ അവരെടുക്കുന്നത് 12,000 12,000 ഡിവൈൻ ഇയേഴ്സ് എന്നാണ് അതിനകത്ത് പല ഹിന്ദു സൈറ്റുകളിലൊക്കെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. അതുപോലെ സഹസ്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, സഹസ്രാബ്ദം എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ വന്നത് 1000. യോജന എന്ന് പറഞ്ഞാൽ 8 മൈലാണ്, അല്ലെങ്കിൽ ഏതാണ്ട് 12.8 കിലോമീറ്റർ വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഗുണിച്ചെടുക്കുമ്പോൾ 12,000 × 1000 × 12.8 കിലോമീറ്റർ ചെയ്യുമ്പോൾ 156.6 മില്യൺ കിലോമീറ്റർ എന്ന് കിട്ടും. ശരിക്കും അതിൻ്റെ മോഡേൺ ആയിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 149.6 149.6 മില്യൺ ദശലക്ഷം കിലോമീറ്ററാണ് എന്നുള്ളതാണ് നമ്മുടെ മോഡേൺ കാഴ്ചപ്പാട്. മറ്റേത് 156.6 എന്നുള്ളതാണ്. അപ്പോൾ ന്യൂമറിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലോസ് ആയിട്ടുള്ള നമ്പർ അല്ലേ തുളസീദാസ് കണ്ടുപിടിച്ചു. ഇങ്ങനെ ഒരു കവിയായിരുന്ന, ഒരു ഹിന്ദു സെയിൻ്റ് ആയിരുന്ന, ഒരു സന്യാസിയായിരുന്ന ആൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു എന്ന് നമ്മൾ ആക്ച്വലി അന്തം വിട്ട് പോവും. ശരിക്കും എന്താണ് സംഭവം എന്നുള്ളത് നമ്മൾ കുറച്ച് കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒന്നാമത്തെ കാര്യം, ഈ യൂണിറ്റ്സും മെഷേഴ്സും ഒക്കെ നമ്മൾ സയൻസിൽ പഠിക്കുമ്പോൾ അറിയാം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്ത് വ്യത്യാസമാണ് വരുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുന്ന സ്പീഡ്, ആ സ്പീഡും അതിൻ്റെ ഡിസ്റ്റൻസും കൂടി നിങ്ങൾ സ്പീഡും സമയവും കൂടെ ഗുണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സ്പീഡെന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് km/s വേണമെങ്കിലാക്കാം, ഇൻറ്റു എത്ര ദൂരം എത്ര സമയം ട്രാവൽ ചെയ്തു എന്നുള്ളത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു എന്നുള്ളത് കിട്ടും. ആ യൂണിറ്റും അതിനൊരു അർത്ഥമുണ്ട് ഫിസിക്സിൽ. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്താണ്? നമ്മൾ എന്തൊക്കെ തമ്മിലാണ് 12,000 ഡിവൈൻ ഇയേഴ്സാണ് ഒരു യുഗ എന്ന് പറയുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇയേഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ 1000 എന്ന് പറഞ്ഞ ഒരു സാധനവുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിസ്റ്റൻസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ്. അതൊരു സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആയിട്ട് മാറുമെന്നുള്ളതാണ് സത്യം. അതും കിലോമീറ്ററിലും കൂടി മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഒരു സെൻസും ഇല്ലാത്തൊരു മൾട്ടിപ്ലിക്കേഷനായിട്ട് അവിടെ മാറുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ശരി, അത് വേണ്ടാന്ന് വയ്ക്കുക. അന്നത്തെ രീതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു കവിയല്ലേ, കവി പറഞ്ഞതെന്നുള്ള ഒരു കാര്യം ഗ്യാരണ്ടി ചെയ്താൽ തന്നെ അന്ന് ഇവിടെ ശരിക്കും അസ്ട്രോണമിയിൽ നമുക്ക് ഇന്ത്യയിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ ഉണ്ട്. ലൂണാർ ഒബ്സർവേഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ധാരാളം പഴയ അസ്ട്രോണമിക്കലായിട്ടുള്ള ഒബ്സർവേഷൻസ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നിട്ടുണ്ട്. വേദാംഗ ജ്യോതിഷം
എന്ന് പറയുന്ന സാധനം വെറും അന്ധവിശ്വാസമൊന്നുമല്ല. നക്ഷത്രങ്ങളെ പറ്റിയും അന്നത്തെ അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ പറ്റിയൊക്കെ എഴുതി വെച്ചിരുന്ന ഒരു സാധനമാണ്. അപ്പം ശരിക്കുമുള്ള അറിവ് ഉണ്ടായിരുന്ന കുറേ സംഭവങ്ങൾ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി അസ്ട്രോണമിയിലും മാത്സിലും ഒക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ മികച്ച അറിവുള്ള മനുഷ്യരായിരുന്നു. അതിനകത്ത് അന്ന് ഉണ്ടായിരുന്നതിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് ആര്യഭട്ട എന്ന് പറയുന്നത്. അപ്പോൾ ആര്യഭട്ട ഭൂമിയുടെ സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവും അതുപോലെ തന്നെ ഡയമീറ്ററും കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. അന്ന് ഉപയോഗിച്ചത് ഏതാണ്? ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന അതേ യോജനയാണ്. അവിടെ യോജന 8 മൈലായിട്ടല്ല എടുത്തിരിക്കുന്നത്, പകരം 5 മൈലായിട്ടാണ്. എങ്കിൽ മാത്രമേ ആ കണക്ക് ശരിയാവുള്ളൂ. ഇനി ശരി, അദ്ദേഹത്തിൻ്റെ കണക്ക് വിട്. രാമായണത്തിനകത്ത് രാമായണം നടക്കുന്നത് ത്രേതായുഗത്തിലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ത്രേതായുഗത്തിൻ്റെ കണക്കും ആ യുഗത്തിൻ്റെ വർഷങ്ങൾ എത്ര വർഷമാണെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്, അത് വേറെ കാര്യം. രാമായണത്തിൽ പറയുന്നത് രാമസേതുവിൻ്റെ നീളം 100 യോജനയാണെന്നാണ്. രാമസേതുവിൻ്റെ നീളം നമുക്ക് എക്സാക്ട്ലി എത്രയാണെന്നറിയാം. ഇപ്പോൾ ഇനിയിപ്പോൾ ഈ സേതു സമുദ്ര പ്രോജക്റ്റൊക്കെ വന്നപ്പോഴത്തേക്കും രാമസേതു മുറിക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കിയാണ്. അത് ശ്രീലങ്കയ്ക്കും ആ രാമേശ്വരത്തിനും ഇടയ്ക്കുള്ള ആ ഒരു പോർഷനെയാണ് പറയുന്നത്. അത് ഏതാണ്ട് 35 കിലോമീറ്ററാണ്. അങ്ങനെ 100 യോജനയാണ്. ഒന്നീ രാമായണം തെറ്റാവണം, രാമായണം ശരിയാണെന്നുണ്ടെങ്കിൽ 100 യോജനയാണ് രാമസേതു എങ്കിൽ 35 കിലോമീറ്റർ വെച്ചാണെങ്കിൽ ഒരു യോജന എന്ന് പറഞ്ഞാൽ 0.35 കിലോമീറ്റേഴ്സ് മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ, അല്ലേ? അപ്പോൾ ഇനി വിഷ്ണു പുരാണം എടുത്ത് നോക്കാം. വിഷ്ണു പുരാണത്തിനകത്തും യോജനയുടെ റെഫറൻസ് ഉണ്ട്. എല്ലാ സ്ഥലത്തും ഒരേ സാധനമായിരിക്കണമല്ലോ. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരുന്നാലും US ഏത് പുസ്തകത്തിൽ എഴുതിയാലും ഒരേ സാധനമായിരിക്കണമല്ലോ, മാറാൻ പാടില്ലല്ലോ. വിഷ്ണു പുരാണത്തിൽ നോക്കിയാൽ ഒരു ഗവ്യുതി എന്ന് പറഞ്ഞ് വേറൊരു യൂണിറ്റ് പറയുന്നുണ്ട്. ഗവ്യുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പശു അത് നന്നായിട്ടൊന്ന് അലറി വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കേൾക്കാൻ പറ്റുന്ന ഡിസ്റ്റൻസാണ്. അതിന് പറഞ്ഞിരിക്കുന്നത് 3.7 കിലോമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 3.7 കിലോമീറ്റർ ആണ് ഒരു ഗവ്യതയെങ്കിൽ 4 ഗവ്യതയാണ് ഒരു യോജന എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര വരും? 14.8 കിലോമീറ്റർ വരും. ഈ പറയുന്ന ഏത് സാധനം മാറിയാലും ഒരു തരത്തിലും വളരെ ക്ലോസ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സാധനം കിട്ടൂല. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണ്? നമ്മൾ ഏതൊരു കാര്യം ഇപ്പം ഞാൻ പറയുകയാണ്, ഇവിടുന്ന് ഞാനൊരു പുതിയ യൂണിറ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉത്തരം എനിക്ക് അറിയാവുന്നിടത്തോളം കാലം മിണ്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന സമയത്ത് ആ യൂണിറ്റിനെ ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്താണ്? ആർക്കും ഒന്നും കിട്ടില്ല. അതാണ് ഇവിടെയും പ്രശ്നം സംഭവിച്ചത്. കാര്യം റിട്രോ ഫിറ്റ്മെൻ്റ് എന്ന് പറയും. ഈ 4.38 മില്യൺ വർഷങ്ങളൊക്കെയാണ് പലപ്പോഴും ഈ 4 യുഗങ്ങളും കൂടെ ചേർന്ന മഹായുഗത്തിന്, അല്ലെങ്കിൽ 4 യുഗങ്ങൾ മാറി മാറി, അതായത് സത്യയുഗം, ത്രേതായുഗം, കലിയുഗം എന്നൊക്കെ പറഞ്ഞിപ്പോൾ പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ. ഈ 4 യുഗങ്ങളും കൂടെ ചേരുമ്പോൾ 4.38 മില്യൺ ഇയേഴ്സ് ആണെന്നാണ് പറയുന്നത്. കാര്യം അത് മാറ്റി പറയാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭൂമിയുടെ തുടക്കത്തിൻ്റെ പ്രായം കൃത്യമായി പറഞ്ഞിട്ടുണ്ടെന്ന് പറയണമെങ്കിൽ ആ സാധനം പറയണം. അപ്പോൾ അവിടെ ഒരു ഇൻകൺസിസ്റ്റൻസി നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് തന്നെ നോക്കിയാൽ യോജന ഓരോ സ്ഥലത്തും മാറി മാറി വരുന്നുണ്ടോ. അപ്പോൾ ഇതിലൊക്കെ ഈ പറയുന്ന ഏത് യോജനയിട്ട് കാൽക്കുലേറ്റ് ചെയ്താലും അടുത്തെങ്ങും വരില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ അന്നത്തെ ഒരു കവിക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെയും പലരും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുള്ള ടെക്നോളജി അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ ഒന്നില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. എന്നാൽ ഇത് ഞാൻ ഇടതുവശത്ത് കാണിച്ചിരിക്കുന്ന BC 3-ാം നൂറ്റാണ്ടിൽ അരിസ്റ്റാർക്കസിൻ്റെ സ്കെച്ചാണ്. പുള്ളി എങ്ങനെയാണ് പല ഖഗോളങ്ങളെ അല്ലെങ്കിൽ സെലസ്റ്റിയൽ ഓബ്ജക്ട്സിൻ്റെയും ഡിസ്റ്റൻസൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന ടെക്നോളജി എന്നറിയാൻ വേണ്ടി ആ ഒരു മാനുസ്ക്രിപ്റ്റ് ഞാൻ ഇട്ടു എന്നേ ഉള്ളൂ. ശരിക്കും കൃത്യമായിട്ടുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്ത് ഇവർ രണ്ടുപേരുമാണ്, കസീനിയും റിച്ചറും രണ്ടുപേരാണ്. 1672 ഈ പറഞ്ഞ സംഭവം ചെയ്യുന്ന അവർ കൃത്യമായിട്ട് ഇന്നത്തെ കാൽക്കുലേഷനുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് നീങ്ങുന്നത് 146 മില്യൺ കിലോമീറ്റേഴ്സ് എന്നുള്ള കാൽക്കുലേഷൻ അവരാണ് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത്. ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോയ ആദ്യം കാണിച്ചിരിക്കുന്ന രത്നങ്ങളും വിലപ്പെട്ട പല സാധനങ്ങളും തന്നെയാണ് അവർ മോഷ്ടിച്ചുകൊണ്ട് പോയത്. അതിനകത്ത് തർക്കമൊന്നുമില്ല. അതൊക്കെ അടിച്ചുകൊണ്ട് പോയാണ്. പല മ്യൂസിയത്തിനകത്ത് ഇരിപ്പുണ്ട്, അത് സത്യമാണ്. പക്ഷെ അല്ല, ഇവിടുത്തെ അറിവുകൾ കൊണ്ടുപോയാണ് ഈ പറഞ്ഞ ബാക്കിയുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ഇന്നോവേഷൻസ് ഒക്കെ ഉണ്ടാക്കി എന്ന് പറയുന്നത് പച്ചക്കള്ളമോ അസത്യമാണ്. പലർക്കും ഈസ്റ്റേൺ ഫിലോസഫിയോട് താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഇനി വേറെ ഒരു കാര്യം, അതിനകത്ത് ആ വീഡിയോ നിങ്ങൾ തുടർന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ തന്നെ സൈറ്റിൽ പോയി നിങ്ങൾ ആ വീഡിയോ കാണുക. ഐൻസ്റ്റൈനും അതിനകത്ത് കാണിച്ചിരിക്കുന്ന എല്ലാ സയൻറ്റിസ്റ്റുകളും വളരെ ഇൻസ്പയർഡ് ആണ്, അല്ലെങ്കിൽ സംസ്കൃതം അറിയാമെന്നല്ല പറഞ്ഞാൽ. ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ കാര്യവും അതിനകത്ത് പറയുന്നുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റൈന് ശരിക്കും സംസ്കൃതം അറിഞ്ഞേകൂടാ. ഓപ്പൺഹൈമറിനാണെങ്കിൽ പിന്നെ സാൻസ്ക്രിറ്റ് അറിയാമായിരുന്നു പറയാം. ഇദ്ദേഹത്തിന് സാൻസ്ക്രിറ്റ് അറിഞ്ഞേകൂടാ. ഹിന്ദു സ്ക്രിപ്റ്റേഴ്സ് ഒന്നും അദ്ദേഹം പഠിച്ചിട്ടില്ല, സീരിയസ് ആയിട്ട് അതിനെ എടുത്തിട്ടേ ഇല്ല. ശരിക്കും അദ്ദേഹത്തിൻ്റെ ഐഡിയയൊക്കെ എവിടുന്നാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഐസക് ന്യൂട്ടൻ്റെ മെക്കാനിക്സും ജെയിംസ് ക്ലാർക്ക് മാക്സ്വെലിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിസവും ഡേവിഡ് ഹ്യൂമിൻ്റെ ഫിലോസഫി ഓഫ് കോസേഷനും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഐൻസ്റ്റൈന് ഭയങ്കരമായിട്ട് ഇൻസ്പയറിംഗ് ആയിട്ട്
അതിൽ നിന്നാണ് ദ ഫേമസ് കോട്ട് സയൻസ് വിത്തൗട്ട് റിലീജിയൻ ഇസ് ലെയിം എന്ന് ഐൻസ്റ്റൈൻ പറഞ്ഞിട്ടുണ്ട്. അത് ഈസ്റ്റേൺ ഫിലോസഫിയിൽ നിന്ന് ഇൻസ്പയർഡ് ഒന്നുമല്ല. അദ്ദേഹം സ്പിനോസയുടെ ഒരു ആരാധകനായിരുന്നുകൊണ്ട് സ്പിനോസയുടെ കോൺസെപ്റ്റ് ഓഫ് ഗോഡുമായിട്ട് അദ്ദേഹം അലൈൻ ചെയ്ത് നിന്നിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എന്താ പറയുക, അത് ഹിന്ദു തിയോളജിയായിട്ട് ബന്ധമുള്ള ഒരു സാധനമേ അല്ല. അപ്പോൾ സാൻസ്ക്രിറ്റ് അദ്ദേഹം പഠിച്ചിരുന്നു എന്നുള്ളതിന് ഒരു ഓതൻറ്റിക് ആയിട്ടുള്ള രേഖയും ഇല്ലെന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇനി അതിനകത്ത് തന്നെ ഒരു ടൈം ട്രാവലിൻ്റെ കഥ പറയുന്നുണ്ട്. അതായത് രേവതി എന്ന് പറഞ്ഞ മകളെയും കൂട്ടി കഗുഡ്മി എന്ന് പറഞ്ഞ ഒരു ആൾ അല്ലെങ്കിൽ രാജാവ് ബ്രഹ്മാവിനെ കാണാൻ പോകുന്ന ഒരു കഥയുടെ കാര്യം അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ കൃത്യം അവിടെ ചെന്നപ്പോഴത്തേക്കും ഒരു മ്യൂസിക് കൺസേർട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കൺസേർട്ട് തീരുന്നത് വരെ അവിടെ നിന്നപ്പോഴത്തേക്കും പറഞ്ഞ് ഇനി നീ തിരിച്ചു പോയിട്ട് കാര്യമൊന്നുമില്ല, അവിടെ ഒരുപാട് സമയം കഴിഞ്ഞിട്ടുണ്ട്. അത് ടൈം ഡയലേഷനുമായിട്ട് വളരെ ബന്ധമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനാണ് നമ്മൾ വീണ്ടും മനസ്സിലാക്കേണ്ടത്. റിട്രോ ഫിറ്റിംഗ് എന്ന് പറയുന്നത് ഈ ഒരു കഥയിലെ ഒരു കാര്യത്തിനെ ടൈം ഡയലേഷനുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നം വരും. കാര്യം ബ്രഹ്മലോകവും ഭൂലോകവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ടൈം ഡയലേഷൻ സംഭവിക്കുന്നു എന്നാണ് പറയുന്നതെങ്കിൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ദക്ഷൻ പലതവണ ബ്രഹ്മാവിനെ കാണാൻ പോയിട്ട് തിരിച്ച് ഭൂലോകത്തേക്ക് വന്നിട്ടുണ്ട്. നാരദരാണെങ്കിൽ ഫ്രീക്വൻറ്റ് വിസിറ്ററാണ്. ഇൻ്റർസ്റ്റെല്ലാറെ കാണിച്ച പോലെ ഒരു തവണയോ 2 തവണയോ പോകുന്ന ആളല്ല. ഓരോ കാര്യങ്ങൾ പറയാനായിട്ടും ബ്രഹ്മാവിൻ്റെ അടുത്ത് പോവുകയും തിരിച്ചു വരികയും ചെയ്യുന്നതാണ്. അവിടെയൊന്നും ഈ ടൈം ഡയലേഷൻ്റെ എഫക്റ്റ് സംഭവിക്കുന്നില്ല. സയൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് യൂണിവേഴ്സൽ ആയിരിക്കണം. ഇവിടെ നടക്കുമെങ്കിൽ നാരദർക്ക് നടക്കുമെങ്കിൽ, അല്ലെങ്കിൽ രേവതിക്ക് നടക്കുന്നുണ്ടെങ്കിൽ നാരദർക്ക് നടക്കണം, അല്ലെങ്കിൽ ദക്ഷനും നടക്കണം. ഇതുപോലെ ഇന്ദ്രനും ദേവഗണങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ബ്രഹ്മാവിനെ കണ്ടിട്ട് പിന്നെ ഭൂമിയിലൊക്കെ വരുന്ന കണ്ടിട്ടില്ല. അവിടെയൊക്കെ ടൈം മാറുന്നതായിട്ട് കേൾക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ടൈം ഡയലേഷൻ അല്ല അവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു കഥ മാത്രമാണ് എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു സത്യം. പിന്നെ ഇത് ഇങ്ങനെ റിട്രോ ഫിറ്റ് ചെയ്യാമെന്നുള്ളൂ. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പ്രശ്നം എന്താണ്? നമ്മുടെ ഈ ഫ്ലാറ്റ് എർത്തേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. അവരുടെ മോഡലുകളൊന്നും കൺസിസ്റ്റൻ്റ് അല്ല. എല്ലാ കാര്യങ്ങൾ പറയുമ്പോഴും ഒരേ മോഡൽ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. അങ്ങനെ പറ്റാറില്ല എന്നുള്ളതാണ്. അപ്പോൾ നാരദർ എങ്ങനെ പോയിട്ട് വരുമ്പോൾ മാത്രം എന്തുകൊണ്ട് ടൈം ഡയലേഷൻ നടക്കുന്നില്ല, അല്ലെങ്കിൽ ഇന്ദ്രനും ദേവഗണങ്ങളും പോയിട്ട് വരുമ്പോൾ എന്തുകൊണ്ട് ടൈം ഡയലേഷൻ നടക്കുന്നില്ല എന്നുള്ളതും കൂടെ വിശദീകരിക്കാൻ നമുക്ക് ബാധ്യത ഉണ്ടാവും. അതാണ് ഇത് ടൈം ഡയലേഷനായിട്ട് മാറ്റിയാൽ ഉണ്ടാകുന്ന ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ. ഏറ്റവും അവസാനം അവർ വീണ്ടും വേറൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും, ഇല്ലെങ്കിൽ ഒരുപാട് പേര് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, സേണിലെ നടരാജ വിഗ്രഹവും ഫിജോഫ് കാപ്രയുടെ ടാവോ ഫിസിക്സുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയൊക്കെ സംസാരിക്കാറുണ്ട്. ടാവോ ഫിസിക്സ് പിന്നെ ആകപ്പാടെ കിട്ടിയിരുന്ന ക്രിറ്റിസിസം മൊത്തം അത് ഈ ഈസ്റ്റേൺ മിസ്റ്റിസിസമായിട്ട് കയറി ഭയങ്കരമായിട്ട് അങ്ങ് പോകുന്നു. ഈ ക്വാണ്ടം വൂ എന്നൊക്കെ പറഞ്ഞ് സയൻറ്റിസ്റ്റുകൾ വിളിച്ച് കളിയാക്കിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് ഈ ഫിജോഫ് കാപ്ര. അപ്പോൾ അദ്ദേഹത്തിന് നടരാജനോട് ഒരു ഒബ്സഷൻ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ അത് സയൻസിൻ്റെ ഒരു പ്രശ്നമല്ല. അദ്ദേഹത്തിൻ്റെ മാത്രമായിട്ടുള്ള ഒരു സംഗതിയായിരുന്നു. അദ്ദേഹം വളരെ വിവരമുള്ളൊരു മനുഷ്യനാണ്, നല്ലൊരു റിനൗണ്ട് ആയിട്ടുള്ള സയൻറ്റിസ്റ്റാണ്, സ്റ്റാൻഫോർഡിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ഇതെല്ലാം ശരിയാണ്. പക്ഷേ സയൻറ്റിസ്റ്റുകളുടെ ഇടയിൽ ഈ പറയുന്ന കാര്യങ്ങളോട് വേറെ ആർക്കും യോജിപ്പൊന്നും ഇല്ലായിരുന്നു. ക്രിറ്റിസിസം നേരിട്ടുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ നടരാജ വിഗ്രഹത്തിനോട് പുള്ളിക്ക് പ്രത്യേക ഒരു കോസ്മിക് ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. സേണിലെ കാര്യത്തിലേക്ക് വരാം. ഈ സേൺ തന്നെ സോഷ്യൽ മീഡിയയിലുള്ള സേൺ ആൻസേഴ്സ് ക്വയറീസ് ഫ്രം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഈ പറഞ്ഞ സേണിൻ്റെ ഫ്രണ്ടിലുള്ള, അതായത് ലാർജ് ഹാഡ്രോൺ കൊളൈഡറിൽ പാർട്ടിക്കിൾ ആക്സിലറേറ്റർ, ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിക്കിൾ ആക്സിലറേറ്ററുള്ള ആ സ്ഥലത്ത് വച്ചിരിക്കുന്ന നടരാജ വിഗ്രഹത്തിൻ്റെ കഥ എന്ന് പറയുന്നത് ഇതാണ്. ദ ശിവ സ്റ്റാച്യു വാസ് എ ഗിഫ്റ്റ് ഫ്രം ഇന്ത്യ ടു സെലിബ്രേറ്റ്സ് ഇറ്റ്സ് അസോസിയേഷൻ വിത്ത് സേൺ. നമ്മൾ സേണിൻ്റെ കാര്യത്തിനകത്തൊരു പാർട്ണറാണ് 1960 മുതൽ തന്നെ. അപ്പോൾ നമ്മുടെ ഒരു അസോസിയേഷൻ്റെ കാര്യം ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുത്തതാണ് ഈ നടരാജ വിഗ്രഹം. ഇൻ ദ ഹിന്ദു റിലീജിയൻ ലോർഡ് ശിവ പ്രാക്ടീസ്ഡ് നടരാജ ഡാൻസ് വിത്ത് സിംബലൈസസ് ശക്തി ഓർ ലൈഫ് ഫോഴ്സ്. ലൈഫ് ഫോഴ്സിനെ സിംബലൈസ് ചെയ്യുന്ന സാധനമാണ് ശിവൻ ചെയ്തുകൊണ്ടിരുന്നത്. ദ ഡെയ്റ്റി വാസ് ചോസൺ ബൈ ദ ഇന്ത്യൻ ഗവൺമെൻറ് because of a metaphor that was drawn between the cosmic dance of Nataraja and modern study of cosmic dance of subatomic particles. സൂക്ഷ്മകണങ്ങളും ശിവൻ്റെ ഡാൻസുമായിട്ടുള്ള കമ്പാരിസൺ കാരണം ഇന്ത്യ ഗവൺമെൻറ് അങ്ങോട്ട് കൊടുത്തതാണ്. അല്ലാതെ സേൺ ചോദിച്ച് വാങ്ങിച്ച് വച്ച ഒരു സാധനമോ അവർ സ്വന്തം ഇഷ്ടപ്രകാരം സ്ഥാപിച്ചതുമായിട്ടുള്ളൊരു സാധനമല്ല ഈ നടരാജ വിഗ്രഹം. നമ്മളെപ്പോഴും ഒരു സ്ഥലത്ത് പോകുമ്പോൾ ചിലപ്പോൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കാറില്ലേ, അതുപോലെ ഒരു സമ്മാനമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് നമ്മുടെ ഒരു പാർട്ടിസിപ്പേഷൻ്റെ ഒരു ഭാഗമായി നമ്മൾ കൊണ്ട് കൊടുത്തതാണ് ഈ സാധനം. അപ്പോൾ അസോസിയേറ്റ് മെമ്പർ സ്റ്റേറ്റ്സ് ആയിട്ട് വേറെയും കുറേ പേരുണ്ട്. CERN is a multicultural organization that welcomes scientists from more than 100 countries and 680 institutions. ഇതുപോലെയുള്ള വലിയ കൊളാബറേഷൻസ് പലപ്പോഴും ആവശ്യമാണെന്നുള്ളതാണ്. 100 കണക്കിന് രാജ്യങ്ങളുള്ളതും 680 ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ അടങ്ങുന്ന വളരെ വലിയ ഒരു സംഭവമാണ് അവരുടെ അസോസിയേറ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്.
ദ ശിവ സ്റ്റാച്യു ഈസ് ഓൺലി വൺ ഓഫ് ദ മെനി സ്റ്റാച്യൂസ് ആൻഡ് ആർട്ട് പീസസ്. ആർട്ട് പീസാണ്, ഒരു കലാ വസ്തുവാണ്. ആൻഡ് ആർട്ട് പീസസ് അറ്റ് സേൺ. ഇത് സേൺ തന്നെ പബ്ലിഷ് ചെയ്ത കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന ക്ലെയിമുകളെല്ലാം ഓവർ എക്സാജറേറ്റഡ് ആയിട്ടുള്ള കുറേ ക്ലെയിമുകളാണ് ആ ലേഡി ആ വീഡിയോയിനകത്ത് പറഞ്ഞിരിക്കുന്നതെല്ലാം. അതും ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതിൽ പലർക്കും ഐൻസ്റ്റൈൻ ഒന്നും പാവത്തിന് സാൻസ്ക്രിറ്റ് അറിഞ്ഞുകൂടായിരുന്നു. പുള്ളി ഇൻസ്പയർഡ് ആയത് വേറെ പല കാര്യങ്ങളിൽ നിന്നാണ്. പലർക്കും സയൻസ് അല്ലാതെ ഒരു ഫിലോസോഫിക്കലായിട്ടുള്ള ഒരു അടുപ്പം ഇതുമായിട്ടുണ്ടാകുന്നതിൽ ഒരു കുറ്റവും പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഗ്രീക്ക് മിത്തോളജിയിലെ കഥകൾ അസ്ട്രോണമി പഠിക്കുന്ന എല്ലാവരും പഠിക്കും, വേറെ നിവൃത്തിയില്ല. കാര്യം ആ കഥകളുമായിട്ട് റിലേറ്റ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ അതൊരു നിമോണിക് ടൂൾ പോലെ ആക്ട് ചെയ്യും എന്നുള്ളതുകൊണ്ട് വയ്ക്കും. അല്ലെങ്കിൽ അത് വന്ന വഴിയുടെ ഭാഗമായിട്ട് ആ കഥ ഓർത്ത് വയ്ക്കും. ഇപ്പോൾ ന്യൂട്ടൻ്റെ ആപ്പിളിൻ്റെ കഥ പറയുന്നു എന്ന് പറയുന്നത് പോലെ അതൊരു കഥ മാത്രമാണ് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് യാതൊരു സത്യമില്ല. ഇങ്ങനെ ഓവർ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നത് വഴി ലോകരാഷ്ട്രത്തിൻ്റെ മുന്നിൽ നമ്മൾ ആക്ച്വലി ചെറുതാവുകയാണ് ചെയ്യുന്നത്. ഇന്ത്യ നാണം കെടുത്തരുത് എന്നാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യുന്ന കക്ഷിയോട് പറയാനുള്ളത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമായിട്ട് കാണാം. അതുവരെ